പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വിലയേറിയ നാമം മഹത്വമുണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇൻ ഷോർട്ട് JCNDSD, ജീസസ് ക്രൈസ്റ്റ് ന്യൂ ടെസ്റ്റ്മെന്റ് സാൽവേഷൻ ഡോക്ട്രിൻ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ നിത്യജീവമൊഴികൾ എന്ന പ്രസംഗ പരമ്പരയിൽ കടന്നു വരുവാനും സംസാരിക്കുവാനും കൃപാലുവായ ദൈവം ഒരു പ്രാവശ്യം കൂടി അനുവദിച്ചോർത്ത് ദൈവത്തിന് 16 കോടി സ്തോത്രം. ഗ്രൂപ്പിൽ അഡ്മിന്മാർക്കും ഗ്രൂപ്പിൽ ശ്രവിക്കുന്ന എല്ലാ സൗരസൗരന്മാർക്കും ഈ ഗ്രൂപ്പിൽ കൂടെയും പിന്നീട് ഫേസ്ബുക്കിൽ കൂടെയും പിന്നീട് യൂട്യൂബിൽ കൂടെയും ശ്രവിക്കുന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഊഷ്മള സ്നേഹവന്ദനം. 4 ഭാഷകളിൽ കൂടെ നിങ്ങൾ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ സുവിശേഷം സഭയുമായിട്ടുള്ള ബന്ധത്തിൽ കൃപായുഗത്തിൽ യെരുശലേമിൽ പെന്തക്കോസ്ത് ദിവസം ആരംഭിച്ച സഭയുടെ ആദിമ സഭയുടെ ആ സഭയിലായിരിക്കുന്നു ഇപ്പോൾ നമ്മളായിരിക്കുന്ന, ആ യുഗത്തിലായിരിക്കുന്നത്. പക്ഷേ കേൾക്കുന്ന നിങ്ങൾ യേശുക്രിസ്തു അപ്പോസ്തലന്മാരിൽ കൂടെ സ്ഥാപിച്ച ആ സഭയിലെ ഒരു മെമ്പർ നിങ്ങളായിരിക്കുന്നുവോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാകുന്നു. വചനങ്ങൾ കേൾക്കുമ്പോൾ എന്തുകൊണ്ടെന്നാൽ വിളിക്കപ്പെട്ടവർ അനേകരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാകുന്നു തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്നുള്ള സബ്ജക്റ്റാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്തു പറയുന്നു മത്തായിയുടെ സുവിശേഷം, മെനി ആർ കോൾഡ് ബട്ട് ഫ്യൂ ആർ ചോസൺ. നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി പറയുന്നു. പിന്നീട് യേശുക്രിസ്തു പറയുകയുണ്ടായി, യു ഹാവ് നോട്ട് ചോസൺ മീ ബട്ട് ഐ ഹാവ് ചോസൺ യു ആൻഡ് ഓർഡൈൻഡ് യു ദാറ്റ് യു ഷുഡ് ഗോ ആൻഡ് ബ്രിങ് ഫോർത്ത് ഫ്രൂട്ട്. നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തു, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, ആ ഫലം നിലനിർത്തേണ്ടതിനുമാകുന്നു എന്ന് യേശുക്രിസ്തു പറയുകയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും ദൈവം തിരഞ്ഞെടുത്ത പഴയ നിയമ വിശുദ്ധന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. പഴയ നിയമത്തിൽ ഏത് കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തോ ആ ലക്ഷ്യം ദൈവം അവരിൽ കൂടെ സാധിപ്പിച്ചു. പ്രവാചകന്മാരിൽ കൂടെ, രാജാക്കന്മാരിൽ കൂടെ, ന്യായാധിപന്മാരിൽ കൂടെ. അങ്ങനെ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികൾ പലരുടെയും പേരുകൾ പറയുകയുണ്ടായി. ഞാൻ മോശ, അതുപോലെ അഹരോൻ, ജോഷുവ, അതുപോലെ തന്നെ ശിംശോൻ, അങ്ങനെ പല നമ്പർലെസ്, നമ്മൾ നോക്കുകയാണെങ്കിൽ സംഖ്യയില്ലാത്ത അനേകം വിശുദ്ധന്മാരെയും പ്രവാചകന്മാരെയും ന്യായാധിപന്മാരെയും രാജാക്കന്മാരെയും ദൈവം കാലാകാലങ്ങളിൽ എഴുന്നേൽപ്പിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ ഇടയായി എന്ന് പഴയ നിയമത്തിൽ കാണുമ്പോൾ, പുതിയ നിയമത്തിൽ സഭയുമായിട്ടുള്ള ബന്ധത്തിൽ പത്രോസ്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്നുള്ള സഭയെ പണിയുന്ന വാഗ്ദത്തം അപ്പോസ്തലന്മാർ കൊടുത്ത, ആ അപ്പോസ്തലന്മാരാൽ പണി കഴിപ്പിച്ച സഭയാണ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉള്ള സഭ. അത് തുടങ്ങിയത് യെരുശലേമിൽ പെന്തക്കോസ്ത് ദിവസം ശിഷ്യന്മാരുടെ മേൽ, അപ്പോസ്തലന്മാരുടെ മേൽ ദൈവം വാഗ്ദത്തം ചെയ്ത പോലെ പരിശുദ്ധാത്മാവിനെ അയച്ചു പെന്തക്കോസ്ത് ദിവസം. അതിനുശേഷം ലോകം മുഴുവൻ സുവിശേഷം പ്രസംഗിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തവരാണ് അപ്പോസ്തലന്മാർ. യേശുക്രിസ്തുവിൻ്റെ അധികാരവും അവൻ്റെ അഭിഷേകവും, ഹി ഹാസ് ഓർഡൈൻഡ് ദം, ഓതറൈസ്ഡ് ദം, എംപവേർഡ് ദം, അൺഷൻഡ് ദം, the apostles to go and preach the gospel to the whole world. ലോകത്തിലെങ്ങും പോയി സുവിശേഷം പ്രചരിപ്പിക്കുവാനും പഠിപ്പിക്കുവാനും അനേകരെ ശിഷ്യരാക്കുവാനും ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്വം ശിഷ്യന്മാർക്ക് കൊടുത്ത് യേശുക്രിസ്തു അവരെ പരിശുദ്ധാത്മാവിനാൽ പ്രാപ്തരാക്കി. അവർ ധൈര്യപൂർവം അവരുടെ ജീവനെ തൃണവൽക്കരിച്ചുകൊണ്ട് യേശുക്രിസ്തു എന്ന ദൈവത്തിനു വേണ്ടി അവർ സംസാരിച്ചു. പൗലോസ് പ്രസംഗിച്ചു. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു, മരിച്ച്, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ കുറിച്ച് ഞാൻ പ്രസംഗിക്കുന്നു, അതാകുന്നു എൻ്റെ സുവിശേഷം. പത്രോസ് പ്രസംഗിച്ചു, മറ്റൊരുത്തൻ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല എന്ന് പ്രസ്താവിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും
ഈ കൃപായുഗത്തിൽ, ഈ ഗ്രേസ് പീരീഡിൽ ദൈവസഭയുമായിട്ടുള്ള ബന്ധത്തിൽ ആ ദൈവസഭയിൽ നമ്മൾ ആയിരിക്കുന്നുവോ, ആ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിലുള്ള ദൈവസഭയിൽ നമ്മൾ ആയിരിക്കുന്നുവോ? എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, പെന്തക്കോസ്തുകളായിരിക്കുന്ന കത്തോലിക്ക മുതൽ പെന്തക്കോസ്തുകൾ വരെയുള്ള സൗരസന്മാരെ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, യേശു ക്രിസ്തുവിൻ്റെ ഇഷ്ടപ്രകാരമുള്ള അപ്പോസ്തലന്മാരാൽ സ്ഥാപിച്ച സഭയിലെ ആ അംഗത്വം നിങ്ങൾ ഉണ്ടോ? നിങ്ങൾ അതിൽ വിളിക്കപ്പെട്ടവരാണോ? നിങ്ങൾ അതിൽ ചേർക്കപ്പെട്ടവരാണോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതല്ലേ? ബൈബിൾ എന്തു പറയുന്നു? വിളിക്കപ്പെട്ടവർ അനേകരുണ്ട്, പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാകുന്നു. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗ്രൂപ്പിലാണോ അതോ വിളിക്കപ്പെട്ടവരുടെ ഗ്രൂപ്പിലാണോ? ദൈവം വിളിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലല്ല, ദൈവം ഉള്ളത് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണ്. ആ യേശു ക്രിസ്തു പുതിയ നിയമസഭയിലെ ആ വ്യവസ്ഥയെക്കുറിച്ച് എന്താണ് പറയുന്നത്? 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യത്തിലുണ്ട്. 1000 പേരുടെ 1,00,000 പേരുടെ പേരുകളോ കാര്യങ്ങളോ അല്ല അവിടെ യേശു ക്രിസ്തു പറയുന്നത്. 2 or 3 പേർ, മിനിമം കോറം 2 പേര് അല്ലെങ്കിൽ 3 പേര്. അപ്പം അതിൻ്റെ അർത്ഥം എന്താകുന്നു? 2 പേർ എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിൽ ഒരു ഭാര്യയും ഭർത്താവും, അതാണ് മിനിമം 2 പേര്. 3 പേർ എന്ന് പറയുമ്പോൾ ആ ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ടാകുന്ന ഒരു മകനോ ഒരു മകളോ ആകുമ്പോൾ അവർ 3 പേരായി. അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം വരുവാൻ വേണ്ടി, ദൈവം പ്രവർത്തിക്കാൻ വേണ്ടി, ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് എവിടെയാണോ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ 2 or 3 പേരോ കൂടുന്നത്, അവിടെയാണ് യേശുക്രിസ്തുവിന്റെ സാന്നിധ്യമുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൃത്വസഭയിൽ 1000-10,000 കൂടുന്ന വലിയ ജനാവലി കാണുമ്പോൾ നിങ്ങൾ ഒന്ന് കാര്യം മനസ്സിലാക്കണം, അവിടെ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യമില്ല. പിന്നീട് യേശുക്രിസ്തു അപ്പോസ്തലന്മാരോട് പറയുണ്ടായി, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോടുകൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ, ആ നിങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു അപ്പോസ്തലന്മാർ പറഞ്ഞ അതേ സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇപ്പോഴും യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം? അവർ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിന്റെ ജനന മരണ പുനരുത്ഥാനത്തിന് ശേഷം 40 ദിവസവും പിന്നീട് ഭൂമിയിൽ വസിച്ചതിന് ശേഷം ശിഷ്യന്മാർക്ക് പലപ്പോഴായി പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം സ്വർഗാരോഹണത്തിന് ശേഷവും ആ ശിഷ്യന്മാർ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി, മനുഷ്യരെ പോലെ. പക്ഷേ യേശുക്രിസ്തു എന്താ പറഞ്ഞത്? ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം മാനിച്ചുകൊണ്ട്, യേശുക്രിസ്തുവിൻ്റെ ഇഷ്ടപ്രകാരം, യേശുക്രിസ്തുവിൻ്റെ ഹൃദയപ്രകാരമുള്ള ആഗ്രഹം എന്താണെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായി. പരിശുദ്ധാത്മാവ് പ്രാപിച്ചതിന് ശേഷം അതിനുശേഷം അവർ പ്രസ്താവിച്ചപ്പോഴെല്ലാം ആ പ്രസ്താവനയിൽ യേശുക്രിസ്തുവാണ് അവരുടെ നാവിൽ കൂടെ സുവിശേഷം ലോകത്തോട് അറിയിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും അവർ പ്രസ്താവിച്ച അതേ സുവിശേഷം ഇപ്പോൾ ഞങ്ങൾ JCNDSൽ കൂടെ പ്രസ്താവിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അപ്പോസ്തലന്മാരോട് കൂടെ ഇരുന്ന ദൈവം, ആ യേശു ക്രിസ്തു ഞങ്ങളോടുകൂടെ, ഞങ്ങളുടെ നാവോടുകൂടെ ഉണ്ട്. ഞങ്ങൾ സംസാരിക്കുന്നത് അവൻ്റെ നാമത്തിലാണ്, അവന് വേണ്ടിയാണ്, അവൻ്റെ സന്നിധിയിൽ വരുവാൻ വേണ്ടി ആണ്, അവൻ്റെ നാമത്തിൽ രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ്, അവൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവാൻ വേണ്ടിയാണ്, അവൻ്റെ നാമത്തിൽ പാപമുണ്ടാകാൻ വേണ്ടിയാണ്, അവൻ്റെ നാമത്തിൽ പാപങ്ങളെ കഴുകിക്കളയാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ അപ്പോസ്തലന്മാർ പ്രസംഗിച്ച അതുപോലെ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും യേശുക്രിസ്തു അപ്പോസ്തലന്മാരോട് പ്രോമിസ് ചെയ്തു, 2 or 3 പേർ എവിടെ കൂടിയാലും ഞാൻ അവിടെ മധ്യത്തിലുണ്ട്, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ലെന്ന് പറഞ്ഞ അതേ യേശുക്രിസ്തുവിന്റെ സുവിശേഷം ആ അപ്പോസ്തലന്മാരെ എങ്ങനെ പ്രസംഗിച്ചുവോ 1-ാം നൂറ്റാണ്ട് മുതൽ, അതാണ് ഞങ്ങൾ ഇപ്പോൾ പ്രസ്താവിക്കുന്നത്. 1-ാം നൂറ്റാണ്ടിൽ തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തലന്മാർ പ്രസംഗിച്ചപ്പോൾ അവരോട് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ട് അവരെ അമർച്ച ചെയ്തു, അവരെ അടിച്ചു, അവരെ ഉപദ്രവിച്ചു അവരെ എന്ന് വചനത്തിൽ വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുവാൻ സാധിക്കും. അവരോട് തർജ്ജനം ചെയ്തു, ഈ നാമത്തിൽ നിങ്ങൾ ഇനി സംസാരിക്കരുത്, ഞങ്ങൾ അമർച്ചയായി ചെയ്തിട്ടില്ലേ?
എന്നിട്ടും നിങ്ങൾ ഈ ഉപദേശം യെരുശലേം മുഴുവൻ നിറച്ചു ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരാണെന്ന് അവരെ സംബോധന ചെയ്ത് പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ഇന്നും ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സംസാരിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് രക്ഷ, യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് സൗഖ്യം. വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും യേശുക്രിസ്തു നാമത്തിൽ ചെയ്യണം, പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി യേശുക്രിസ്തു നാമത്തിൽ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രസ്താവിക്കുമ്പോൾ നിങ്ങൾ പറയുന്നു നാമധേയ ക്രിസ്ത്യാനികൾ, പെന്തിക്കോസ്തുകാരായിരിക്കുന്ന IPC, ഷാരോൺ, ചർച്ച് ഓഫ് ഗോഡ്, TPM, WME, അങ്ങനെ നെല്ലിക്ക ചാക്കിന്റെ കുത്തഴിച്ചു വിട്ടാൽ എങ്ങനെ നെല്ലിക്ക ചാടി പുറപ്പെടുന്നു അത്രമാത്രമുള്ള തൃത്വ സഭകൾ ഞങ്ങളോട് പറയുന്നു യേശുക്രിസ്തു നാമത്തിൽ സംസാരിക്കരുത്. യേശുവിന്റെ നാമം ദുരുപദേശമാണെന്ന് പറയുമ്പോൾ അപ്പോൾ ബൈബിൾ എന്ത് പറയുന്നു? ബൈബിൾ പറയുന്നു സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ മടങ്ങുന്ന ഒരൊറ്റ നാമമേ ഈ ലോകത്തിലുള്ളൂ. ആ നാമമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം. അതുകൊണ്ട് 1-ാം നൂറ്റാണ്ടിൽ തന്നെ അപ്പോസ്തലന്മാർക്ക് ഇടർച്ചയായ നാമമാണ്. അപ്പോസ്തലന്മാർ പ്രസ്താവിച്ചപ്പോൾ ലോകത്തിന് ഇടർച്ചയായി സദൂക്യരും പരീശന്മാരും സ്ക്രൈബുകളും അവരോട് പറയുകയുണ്ടായി. വലിയ വലിയ നേതാക്കന്മാരും പ്രമാണികളും സഭയിലുള്ളവരും പറയുണ്ടായി, ഈ നാമത്തിൽ സംസാരിക്കരുത്. എന്തുകൊണ്ടാണ്? അവര് യേശുക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. യേശുക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ എപ്പോഴും അവർ സംസാരിക്കുകയും അവർ സാക്ഷ്യം പറയുന്നതും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായിരിക്കും. അതുകൊണ്ടാണല്ലോ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂലോകത്തിന്റെ അറ്റത്തോളം എന്നെ കുറിച്ച് സാക്ഷി പറയണമെന്നാണല്ലോ യേശുക്രിസ്തു പറഞ്ഞത്. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഒരു വ്യക്തിയിൽ വ്യാപരിക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവാണ്. അപ്പോസ്തലന്മാരിൽ വ്യാപിച്ച അതേ പരിശുദ്ധാത്മാവാണ് നിങ്ങൾ പോകുന്ന തൃത്വസഭയായിരിക്കുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ IPC, ഷാരോൺ, ചർച്ച് ഓഫ് ഗോഡ്, അതുപോലെ തന്നെ TPM, WME, അങ്ങനെ എത്രയോ ചർച്ചസ്, മെയിൻ ലൈൻ ചർച്ചസിന്റെ പേരുകൾ എടുത്തു പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ചർച്ചസിലായിരിക്കുന്നവർ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനത്തെ എതിർക്കുമ്പോൾ മനസ്സിലാക്കിക്കോണം, അവിടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ആത്മാവ് അപ്പോസ്തലന്മാരിൽ വ്യാപിച്ച ആത്മാവല്ല. എന്നാൽ ബൈബിൾ പ്രകാരം ഞങ്ങൾ പ്രസ്താവിക്കുന്ന ഞങ്ങളുടെ ഉപദേശങ്ങൾ അപ്പോസ്തലന്മാർ പഠിപ്പിക്കുകയും പ്രമാണിക്കുകയും കാണിക്കുകയും എഴുതപ്പെട്ടു തന്നിരിക്കുന്ന പ്രമാണങ്ങളാണ് ഞങ്ങൾ പ്രസ്താവിക്കുമ്പോൾ നിങ്ങൾ ബൈബിൾ കൂടെ മനസ്സിലാക്കണം. ഞങ്ങളിൽ കൂടെ സംസാരിക്കുമ്പോൾ ഞങ്ങൾ യേശുക്രിസ്തുവാണ് ഞങ്ങൾ കൂടി സംസാരിക്കുന്നത്. അത് അപ്പോസ്തലന്മാർ പ്രാപിച്ച അതേ പരിശുദ്ധാത്മാവിലാകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കി ദുരാത്മാവ് ഏതാണ്, അശുദ്ധാത്മാവ് ഏതാണെന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാഹചര്യമുണ്ട്. യേശുക്രിസ്തു നാമത്തെ ദുഷിക്കുകയും ദൈവം ഏകനെന്ന ഉപദേശത്തെ വെറുക്കുകയും യേശുക്രിസ്തു നാമത്തിലുള്ള സ്ഥാനത്തെ എതിർക്കുകയും ചെയ്യുന്ന ഏത് കേടുകെട്ടിയ പാസ്റ്ററാണെങ്കിലും, അത് ഏത് IPC, ഷാരോൺ, ചർച്ച് ഓഫ് ഗോഡ്, TPMലെ ഏത് മുതിർന്ന പാസ്റ്ററും ഏകസത്യ ദൈവത്തെക്കുറിച്ച് എതിരായിട്ടും യേശുക്രിസ്തു നാമത്തിലുള്ള സ്ഥാനത്തെക്കുറിച്ച് എതിരായിട്ടും ദൈവം ഏകനുള്ള ഉപദേശത്തെക്കുറിച്ചും അത് തെറ്റാന്ന് പറയുകയാണെങ്കിൽ മനസ്സിലാക്കിക്കോളാം, അവന്റെ ഉള്ളിലായിരിക്കുന്ന ആത്മാവ് ദുരാത്മാവാകുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളണമേ വിശ്വാസികളെ. ഇത് അന്ത്യകാലമാകിയാൽ സത്യം അറിയണം. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ. യേശുക്രിസ്തുവിൽ മാത്രമാണ് നിങ്ങൾ സ്വതന്ത്രരാകുകയുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ മാത്രമേ നിങ്ങൾ സ്വതന്ത്രം പ്രാപിക്കുകയുള്ളൂ. യേശുക്രിസ്തു നാമത്തിൽ മാത്രമേ നിങ്ങൾ വിടുതൽ പ്രാപിക്കുകയുള്ളൂ. യേശുക്രിസ്തു നാമത്തിൽ മാത്രമേ നിങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാകുകയുള്ളൂ. യേശുക്രിസ്തു നാമത്തിൽ മാത്രമേ പാപങ്ങൾ കഴുകിക്കളയാൻ പറ്റുകയുള്ളൂ. യേശുക്രിസ്തു നാമത്തിൽ മാത്രമേ ക്രിസ്തുവിനെ ധരിക്കാൻ പറ്റുകയുള്ളൂ. ക്രിസ്തുവിലൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന സ്നാനമാണ് അവൻ്റെ നാമത്തിലുള്ള സ്നാനം. അതിനെ നിരാകരിച്ച് സംസാരിച്ചാൽ അവൻ സംസാരിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ആയിരിക്കുന്ന അവൻ്റെ ആത്മാവ് ദുരാത്മാവാകുന്നു ബൈബിളിൽ വളരെ വ്യക്തമായി പറയുന്നു. എന്താണ് വാക്യം? ഗലാത്യ ലേഖനം 1-ാം അധ്യായം 1-8-9 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞാൻ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചല്ലോ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മാനപാത്രമാകുന്നു അപ്പോസ്തലനായ പൗലോസ്. ഈ പൗലോസ് ന്യായപ്രമാണത്തിന് വേണ്ടി മരിക്കുകയും ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുകയും അവരെ കൊല്ലുകയും അറസ്റ്റ് വാറണ്ട് മേടിച്ചുകൊണ്ട് ജയിലടയ്ക്കുവാൻ അധികാരം കിട്ടിയ പൗലോസ് എന്ന പഴയ ശൗൽ ന്യായപ്രമാണം അനുസരിച്ച് ജീവിച്ചൊരു വ്യക്തിയായിരുന്നു. പക്ഷേ യേശുക്രിസ്തുവുമായിട്ടുള്ള
കണ്ടുമുട്ടലിൽ മനസ്സിലായി. പഴയ നിയമത്തിലെ യഹോവ തന്നെ യേശുക്രിസ്തു ആണെന്ന് പൗലോസ് മനസ്സിലാക്കിയപ്പോൾ ആ പൗലോസിനെ ജാതികളുടെ ഇടയിൽ സുവിശേഷം പറയാൻ വേണ്ടി ഒരു മാനപാത്രമായി പൗലോസിനെ തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ സബ്ജക്റ്റ് ആണല്ലോ തിരഞ്ഞെടുക്കപ്പെട്ടവർ. അപ്പോൾ തീർച്ചയായിട്ടും യേശുക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഏത് ഉപദേശത്തിലായിരിക്കും? അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം. 1-ാം നൂറ്റാണ്ടിൽ അങ്ങനെയാണല്ലോ സംഭവിച്ചത്. 3000 പേരും മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിനകത്ത് സ്ഥാനപ്പെട്ടതിന് ശേഷം അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അങ്ങനെ രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി ദൈവം സഭയോട് ചേർത്തുകൊണ്ടെങ്കിൽ ഇപ്പോഴും അങ്ങനെയുള്ള ആ ദൈവസഭയിലേക്ക് ദൈവം ചേർക്കുന്നു. എങ്ങനെയുള്ളവരെയാണ്? മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് ആ ഉപദേശത്തിൽ പോകുന്നവരെ ഇന്നും ദൈവത്തിന്റെ സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു. ആ ചേർക്കുന്ന സഭയിലാണോ നിങ്ങൾ ആയിരിക്കുന്നത്? എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, സഹോദരന്മാരെ, നിങ്ങൾ 50 വർഷമായി 60 വർഷമായിട്ട് നിങ്ങൾ തൃത്വ പെന്തക്കോസുകളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള പെന്തക്കോസുകൾ നിങ്ങൾ പാരമ്പര്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. പാരമ്പര്യമായിട്ട് നിങ്ങളുടെ സഭകളിൽ പാഷന്മാർ കാണിക്കും, ഉപദേശന്മാർ കാണും, അച്ഛന്മാർ കാണും, വികാരിമാർ കാണും, തിരുമേനിമാർ കാണും എന്നൊക്കെ നിങ്ങൾ പറയാറുണ്ടല്ലോ. എന്നാൽ ദൈവം തിരഞ്ഞെടുത്ത ആ തിരഞ്ഞെടുപ്പിലെ ഒരു അംഗമാണോ നിങ്ങൾ? നിങ്ങൾ സാക്ഷി പറയുന്നുണ്ട്, നിങ്ങൾ പ്രബോധിപ്പിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് പാപമോചനം ലഭിച്ചുവോ? 1-ാം നൂറ്റാണ്ടിൽ 3000 പേർക്ക് പാപമോചനം ലഭിച്ച അതേ രീതിയിലുള്ള ആ സ്നാനമാണോ നിങ്ങൾ ഏറ്റത്? അപ്പോൾ ഞാൻ നേരത്തെ ഉദ്ധരിച്ച ആ വചനത്തിലേക്ക് ഒന്നുകൂടെ കിടന്നു വരാം. എന്താണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്? ഞങ്ങൾ നിങ്ങളോട് ഉപദേശിച്ച സുവിശേഷത്തിന് വിരോധമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരുത്തൻ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അങ്ങനെയെങ്കിൽ അപ്പോസ്തലന്മാര് പ്രസംഗിച്ചു, പഠിപ്പിച്ചു, കാണിച്ചു, മാതൃകയാക്കി, പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കും എന്ന് അപ്പോസ്തലന്മാർ പ്രസംഗിച്ച പ്രസംഗത്തിനെതിരായിട്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്ന് നിങ്ങളുടെ ഒരു ഭാഷ പറയുകയാണെങ്കിൽ അവൻ ശപിക്കപ്പെട്ട ഭാഷ ആകുന്നു. അങ്ങനെ ഒരു പോപ്പ് പറഞ്ഞാൽ ആ പോപ്പ് ശപിക്കപ്പെട്ടവനാകുന്നു. അങ്ങനെ ഒരു തിരുമേനി പറഞ്ഞാൽ ശപിക്കപ്പെട്ട തിരുമേനി ആകുന്നു. അങ്ങനെ അപ്പോസ്തലന്മാർ പറഞ്ഞ ഉപദേശത്തിനെതിരായിട്ട് ആര് പറഞ്ഞാലും, ഏത് ഗടുകെട്ടിയവൻ പറഞ്ഞാലും അവൻ ശപിക്കപ്പെട്ടവനാകുന്നു എന്ന് ബൈബിളിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ വളരെ കൃത്യമായി പറയുന്നു. ഞാൻ വായിച്ചു കേൾപ്പിക്കാം നിങ്ങളെ. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നിങ്ങൾ വളരെ ശ്രദ്ധിച്ചാൽ കേട്ടാലും ഇവിടെ ഇങ്ങനെ പറയുന്നു: വി ആർ ഓഫ് ഗോഡ്, ഞങ്ങൾ ദൈവത്തിനുള്ളവർ. ഹീ ദാറ്റ് നോ ഗോഡ് ഹിയറത്ത് us. ദൈവത്തെ ആരെങ്കിലും അറിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നത് കേൾക്കണം. ഹീ ദാറ്റ് നോ ഗോഡ് ഹിയറത്ത് us. ദൈവത്തെ അറിയുന്നു എന്ന് ഒരുത്തൻ പറഞ്ഞാൽ അവൻ കേൾക്കേണ്ടത് ഞങ്ങൾ പറയുന്നത് കേൾക്കണം. നിങ്ങൾ ദയവായി വായിക്കണമേ മലയാളം. ഹീ ദാറ്റ് ഈസ് നോട്ട് ഓഫ് ഗോഡ് ഹിയറത്ത് നോട്ട് us. ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും യഥാർത്ഥമായി യേശുക്രിസ്തു എന്ന ദൈവത്തെ ഒരുവൻ വിശ്വസിച്ചാൽ അവൻ കേൾക്കേണ്ടത് ആര് പറയുന്നത് കേൾക്കണം? അപ്പോസ്തലന്മാർ പറയുന്നത് കേൾക്കണം. അപ്പോസ്തലന്മാർ പറയുന്നത് കേൾക്കുന്നില്ല എങ്കിൽ മനസ്സിലാക്കിക്കോണം, അവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല. മാത്രമല്ല, അവിടെ വളരെ വ്യക്തമായി പറയുന്നു, ഹിയർ ബൈ നോ വി ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് എറർ. അപ്പോൾ അപ്പോസ്തലന്മാർ പറയുന്നത് കേൾക്കുകയാണെങ്കിൽ മനസ്സിലാക്കിക്കോണം, അവന്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവാണെന്നും അപ്പോസ്തലന്മാർ പറയുന്ന ഉപദേശങ്ങൾക്ക് വിരോധമായിട്ട് ഒരുത്തൻ സംസാരിച്ചാൽ അതൊരു പാഷാണേലും വികാരിയാണേലും നേരത്തെ ഞാൻ പറഞ്ഞ ഉപദേശമാണേലും പ്രവാചകനാണെങ്കിലും അവന്റെ ഉള്ളിലെ ആത്മാവ് ദുരാത്മാവാകുന്നു എന്ന് വളരെ കൃത്യമായിട്ട് 1 യോഹന്നാൻ 4:6 നിങ്ങൾ ദയവായി വായിച്ച് മനസ്സിലാക്കുക, എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ. അതുകൊണ്ട് ഇത് അന്ത്യകാലമാകിയാൽ സത്യം മനസ്സിലാക്കി സത്യത്തിലേക്ക് കടന്നു വരാൻ നിങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, വിളിക്കപ്പെട്ടവർ അനേകരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന് സുവിശേഷം അറിയിക്കാൻ വേണ്ടി യേശുക്രിസ്തു തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാർ ഒരുവൻ നഷ്ടപ്പെട്ടു. പിന്നീട് അവന് പകരമായിട്ട് മത്യാസിനെ തിരഞ്ഞെടുത്തു. അപ്പോൾ അവരാണ് സുവിശേഷം ലോകത്തിൽ മുഴുവൻ പരത്തുവാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്വം
യേശുക്രിസ്തു അവിടെ തോളിലിട്ട് കൊടുത്തത്. അപ്രകാരം യോഹന്നാൻ ഒഴിച്ചു ബാക്കി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിനു വേണ്ടി രക്തസാക്ഷികളായി യേശുക്രിസ്തുവിന് വേണ്ടി അവർ ലോകം വിട്ടു. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, യേശുക്രിസ്തുവിന്റെ നാമം പറയുമ്പോൾ നിങ്ങൾ പുച്ഛിക്കുന്നുവോ? നിങ്ങൾ ലജ്ജിക്കുന്നുവോ? നിങ്ങൾ പറയുന്നോ യേശുവിന്റെ നാമം കൾട്ടാന്ന് പറയുന്നോ? ദുരുപദേശമാണെന്ന് പറയുന്നോ? അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, നിങ്ങളുടെ ഉള്ളിൽ ഭരിക്കുന്ന ആത്മാവ് ദുരാത്മാവാണ്, അത് ലൂസിഫറിന്റെ ആത്മാവാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഉപദേശം നിങ്ങൾ JCNDSD കൂടെ അല്ലാതെ നിങ്ങൾ ഒരു ഗ്രൂപ്പിൽ കൂടെയും കേൾക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ സത്യം വിളിച്ചു പറയാൻ പ്രാപ്തരായിരിക്കുന്നു, ഞങ്ങളുടെ തൻ്റെ ഇടമുണ്ട്. ഈ പ്രസംഗിക്കുന്ന ഈ ഉപദേശം JCNDSD കൂടെ അല്ലാതെ ഒരു പ്ലാറ്റ്ഫോമിലും ഒരു യേശുനാമക്കാരും ഒരു യേശുനാമ സഭക്കാരും പ്രസംഗിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾക്ക് യേശുവിൻ്റെ നാമത്തെ എടുക്കാൻ യാതൊരു ലജ്ജയും ഞങ്ങൾക്കില്ല. അവന് വേണ്ടി നിന്ന് സഹിക്കാനും അവൻ്റെ നാമം വഹിപ്പാനും ഞങ്ങൾ റെഡിയായിരിക്കുന്നു. ഞങ്ങൾ ഈ JCNDSD പ്രീച്ചേഴ്സും ഞങ്ങൾ അപ്പോസ്തലന്മാർ എന്ത് പ്രസ്താവിച്ചോ, അവരെന്ത് പഠിപ്പിച്ചോ, അവരെന്ത് കാണിച്ചോ, അവരെന്ത് മാതൃകയാക്കിയോ, അവരെന്ത് എഴുതിയോ, അത് ഡിറ്റോ ഞങ്ങൾ റീപ്രൊഡ്യൂസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുകയാണ്. അല്ലാതെ വേറെ ഞങ്ങൾ സ്വന്തമായി ഞങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ടോ ഞങ്ങളുടെ ലോജിക് കൊണ്ടോ ഞങ്ങളുടെ സയൻസ് കൊണ്ടോ ഞങ്ങളുടെ ഫിലോസഫി അല്ല ഞങ്ങൾ പറയുന്നത് എപ്പോഴും ബൈബിൾ കോട്ട് ചെയ്ത് ബൈബിളെ സത്യങ്ങളാണ് അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ സൺഡേയിൽ ഞാൻ പറയുണ്ടായി, യേശുക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നല്ലോ നമ്മുടെ പൗലോസ്. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറയുണ്ടായി. ഇന്ന് പൽക്കാലം ഇന്ന് ഈ സന്ധ്യാസമയത്ത് വേറെ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാൻ താല്പര്യപ്പെടുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാലും അതിനുവേണ്ടി ഒരു വാക്യം വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. അതായത് നമ്മൾ ഈ പുതിയ നിയമ വ്യവസ്ഥയിൽ നമ്മൾ ആരാകുന്നു? തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടരാകുന്നു എന്ന് 1 പത്രോസ് 2:9 വളരെ വ്യക്തമായി പറയുന്നു. അവിടെ തിരഞ്ഞെടുപ്പ് കാണുവാൻ സാധിക്കും. നിങ്ങൾ ഈ കൂട്ടത്തിലുള്ളവരാണോ? എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ക്രിസ്ത്യാനികൾ ലേബൽ നിങ്ങൾക്കുണ്ടല്ലോ, നിങ്ങളൊരു പെന്തിക്കോസ്തുകാരെന്നുള്ള ലേബൽ നിങ്ങൾക്കുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ക്രിസ്ത്യാനികൾ എന്ന ലേബലാണോ വേണ്ടത്? പെന്തക്കോസ്തുകാരനുള്ള ലേബലാണോ വേണ്ടത്? തീർച്ചയായിട്ടും യഥാർത്ഥ ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ അത് യേശുക്രിസ്തുവിനെ അനുഗമിച്ച ശിഷ്യന്മാരെ വിളിക്കപ്പെട്ട നാമമാണ് ക്രിസ്ത്യാനികൾ. അങ്ങനെയെങ്കിൽ ആ ക്രിസ്ത്യാനികളായിരുന്ന അപ്പോസ്തലന്മാര് അവിടെ വാക്കിലും സംസാരത്തിലും സുവിശേഷത്തിലും എല്ലാം യേശുക്രിസ്തു എന്ന രക്ഷകനെ അവർ ഉയർത്തിയപ്പോൾ ആ രക്ഷകന്റെ നാമമല്ലേ തൃത്വക്കാരിലെ പാഷന്മാര് അവർ പറയുന്നത് യേശുനാമം ദുരുപദേശമാണെന്ന് പറയുന്നത്? അപ്പോൾ അവന്റെ ഉള്ളിലുള്ള ആത്മാവ് ഏതാണ്? ദുരാത്മാവാണെന്ന് ബൈബിൾ കൂടെ തെളിഞ്ഞില്ലേ? സൗരസന്മാരെ, എന്നെ കേൾക്കുന്ന സൗരസന്മാരെ, നിങ്ങൾ വഞ്ചിക്കപ്പെടല്ലേ, നിങ്ങൾ കബളിക്കപ്പെട്ടവരായി തീർന്ന് നിങ്ങളുടെ സ്വർഗം നിങ്ങൾക്ക് നഷ്ടപ്പെടല്ലേ, നിങ്ങൾ നരകത്തിൽ പോകാൻ ഇടയാകല്ലേ. നിങ്ങളുടെ തൃത്വ പാർശ്വ മുഖാന്തരമായിട്ട് അവിടെ വാക്ക് കേട്ട് അവിടെ പിന്നാലെ നിങ്ങൾ പോയാൽ, മനുഷ്യനിർമ്മിതമായ ഉപദേശങ്ങളുടെ പുറകെ നിങ്ങൾ പോയാൽ, തീർച്ചയായും നിങ്ങളുടെ എറ്റേണൽ ലൈഫ് നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് എറ്റേണൽ ഹെൽ ഫയറിലായിരിക്കുന്നു എന്ന് ഞങ്ങൾ JCNDSD കൂടെ പറയുന്നു. ഈ പ്രസംഗം നിങ്ങൾ ലോകത്തിലെ ഒരു ചാനലിലും ഒരു ഭാഷമാരും പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റിട്ടില്ല എങ്കിൽ നിങ്ങൾ ഒരു പാപിയായി മരിക്കും. ആ പാപി മരിച്ചാൽ സ്വർഗത്തിൽ പോവുകയില്ല. പിന്നെ പാപി മരിച്ചാൽ എവിടെയാകുന്നത്? പാതാളത്തിൽ, നരകത്തിലായിരിക്കും പോകുന്നതെന്ന് ഞങ്ങൾ JCNDSD കൂടെ നിങ്ങളോട് പ്രസ്താവിക്കുന്നു. ഈ പ്രസ്താവന ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ കാണുന്ന ഒരൊറ്റ പെന്തക്കോസ്തുകാരും നിങ്ങൾ പ്രസംഗിക്കുന്നില്ല. ഒരു ഭാഷന്മാരും ഒരു സ്റ്റേജ് തകർപ്പൻ പ്രസംഗക്കാരും പോലും ഇത് പ്രസംഗിക്കുന്നുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ പ്രസംഗിക്കുന്നത് എന്താണ്? അപ്പോസ്തലനായ പത്രോസ് 1-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവ് ലഭിച്ചതിനു ശേഷം പബ്ലിക്കിനോട് പറഞ്ഞ അതേ മെസ്സേജാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് പത്രോസ് പറഞ്ഞത് 1-ാം നൂറ്റാണ്ടിൽ? പത്രോസിന്റെ പ്രസംഗം കേട്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പബ്ലിക് ചോദിച്ചപ്പോൾ പബ്ലിക്കിനോട് പത്രോസ് എന്താ പറഞ്ഞത്? അതേ മെസ്സേജാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. JCNDSD കൂടെ കേൾക്കുന്ന മെസ്സേജ് അതാണ്. എന്താണ്? പത്രോസ് അന്ന് പറഞ്ഞതുപോലെ ഇന്ന് ഏബ്രഹാം കുട്ടിയായിരിക്കുന്ന ഞാൻ നിങ്ങളോട് പറയുന്നു പത്രോസിന്റെ അതേ വാക്കുകൾ. ആ പത്രോസിന്റെ വാക്കുകൾ എങ്ങനെയാണ് പത്രോസ് ഉച്ചരിച്ചത്? അത് പരിശുദ്ധാത്മാവിൽ കൂടെയാണ്. പരിശുദ്ധാത്മാവ് ആരാണ്? അത് യേശുക്രിസ്തുവാണ്. അപ്പോൾ എന്താണ് പറഞ്ഞത്? നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ.
എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കുമെന്ന് 1-ാം നൂറ്റാണ്ടിൽ യെരുശലേമിൽ പെന്തക്കോസ്ത് ദിവസം പത്രോസ് പറഞ്ഞ അതേ മെസ്സേജാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. JCNDSD ഈ ഗ്രൂപ്പിൽ കൂടെയും പിന്നീട് ഫേസ്ബുക്കിൽ കൂടെയും പിന്നീട് യൂട്യൂബിൽ കൂടെയും കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിളിക്കപ്പെട്ടവർ അനേകരാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടം നിങ്ങളാണോ? അല്ല എങ്കിൽ എത്രയും വേഗം സമയം നഷ്ടമാക്കാതെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലേക്ക് നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് വാക്യം വായിക്കുന്നു. ശ്രദ്ധിച്ചാലും 1 പത്രോസ് 2-ാം അധ്യായം 9-ാം വാക്യം. ബട്ട് യു ആർ എ ചോസൺ ജനറേഷൻ, എ റോയൽ പ്രീസ്റ്റ്ഹുഡ്, a holy nation, a peculiar people, that you should show for the praises of him who has called you out of darkness into his marvelous light. അതായത് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ തക്കവണ്ണം തിരഞ്ഞെടുത്ത രാജകീയ പുരോഹിത വർഗമാണ്. ചോസൻ ജനറേഷനാണ്. നിങ്ങളെ വിളിക്കപ്പെട്ട ഒരു ജനറേഷൻ ആകുന്നു എന്ന് പത്രോസ് പറയുന്നത് ആരോടാ? സഭയിലുള്ളവരോടാ പറയുന്നത്. സഭയുടെ വെളിയിലുള്ളവരോടല്ല പറയുന്നത്. സഭയിലെ എല്ലാ ലേഖനങ്ങളും പത്രോസിനാലും മറ്റു അപ്പോസ്തലന്മാരും എഴുതപ്പെട്ട ആ ലേഖനങ്ങൾ ആർക്ക് വേണ്ടിയുള്ളതാണ്? സഭയുടെ ഉള്ളിലുള്ളവനാണ്. സഭയുടെ ഉള്ളിലുള്ളാത്തവനോട് അല്ല ലേഖനങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ സഭയുടെ ഉള്ളിലാണെങ്കിലേ നിങ്ങൾക്ക് ഇതൊക്കെ ആപ്ലിക്കബിൾ ആകുന്നുള്ളൂ. ഏതാ? യു ആർ എ ചോസൺ ജനറേഷൻ, വിളിക്കപ്പെട്ട ഒരു ജനം, റോയൽ പ്രീസ്റ്റ്ഹുഡ്, പുരോഹിത വർഗം, ഹോളി നേഷൻ, വിശുദ്ധ വർഗം, പിക്കൂലിയർ പീപ്പിൾ, ഒരു പ്രത്യേക കൂട്ടം. ഇതാരാണ്? യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടു മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ 3000 പേർ 1-ാം നൂറ്റാണ്ടിൽ അന്ന് മുതൽ സ്ഥാപിച്ച സഭയിലുള്ളവരോട് അവർക്കുള്ള മെസ്സേജാണിത്. ഇത് സഭയുടെ വെളിയിലുള്ളവർക്കുള്ള മെസ്സേജ് അല്ല എന്ന് മനസ്സിലാക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ പത്രോസ് പറഞ്ഞ 1-ാം നൂറ്റാണ്ടിൽ പെന്തക്കോസ്ത് ദിവസം പ്രസംഗിച്ച പത്രോസ് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട 3000 പേര് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെട്ട് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് വന്ന അവരെ അന്നു മുതലുള്ള ജനങ്ങളാണ്. ആരാണ്? ചോസൺ ജനറേഷൻ, റോയൽ പ്രീസ്റ്റ്ഹുഡ്, ഹോളി നേഷൻ, പിക്കൂലിയർ പീപ്പിൾ. അവർ എവിടെയായിരുന്നു? അന്ധകാരത്തിലായിരുന്നു, ദൈവത്തെ അറിയാത്ത ഈ ലോകത്തിലായിരുന്നു. എന്നാൽ ആ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് സുവിശേഷം മുഖാന്തരമായി, യേശുക്രിസ്തു മുഖാന്തരമായി, യേശുക്രിസ്തു ആണല്ലോ അത്ഭുത പ്രകാശം. യേശുക്രിസ്തു എന്താന്ന് പറയുന്നത്? ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അപ്പോൾ യേശുക്രിസ്തു എന്ന ദൈവത്തെക്കുറിച്ച് അറിവില്ലാതെ കിടക്കുന്ന ഏതവനാണെങ്കിലും, കത്തോലിക്ക മുതൽ തൃത്വ പെന്തക്കോസ്ത് വരെയുള്ള എല്ലാവരും ഇപ്പോഴും അന്ധകാരത്തിന്റെ അഗാധയിൽ ഇപ്പോഴും ആയിരിക്കുകയാണ്. അവർ അത്ഭുത പ്രകാശത്തിലേക്ക് വന്നിട്ടില്ല. അത്ഭുത പ്രകാശത്തിലേക്ക് വരുന്നതിന്റെ അടയാളം എന്താണ്? മാനസാന്തരപ്പെടണം, യേശുക്രിസ്തുവിന്റെ സ്നാനമേൽക്കണം, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം. അങ്ങനെ വരുന്നവരെയാണ് ദൈവസഭയോട് ചേർത്തുകൊണ്ടിരുന്നത്. ആ ദൈവസഭയാണ് യേശുക്രിസ്തുവിനാൽ സ്ഥാപിതമായ യേശുക്രിസ്തു തന്നെയാണ് ആ പ്രകാശം. അന്ധകാരം ലോകത്തിൽ കിടക്കുന്നു, സാത്താന്റെ അധീനതയിലായിരിക്കുന്നു. നിങ്ങൾ തൃത്വസഭകളായിരിക്കുന്നുവെങ്കിൽ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്, നമ്മുടെ മുമ്പിൽ കാണുന്ന മെയിൻ ലൈൻ ചർച്ചസ് ആകുന്ന IPC, ഷാരോൺ, ചർച്ച് ഓഫ് ഗോഡ്, അസംബ്ലീസ് ഓഫ് ഗോഡ്, TPM, അങ്ങനെ ഏത് തൃത്വ പെന്തക്കോസ്തല സഭയിൽ നിങ്ങൾ ആയിരിക്കുന്നോ ആ ലേബിൽ നിങ്ങൾ ആയിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ അന്ധകാരത്തിലായിരിക്കുന്നു. ഇപ്പോഴും നിങ്ങൾ ഈ പറഞ്ഞ പ്രകാശത്തിലേക്ക് വന്നിട്ടില്ല. ഏതാണ്? ബട്ട് യു ആർ എ ചോസൺ ജനറേഷൻ. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കോണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണോ? ഒരു വർഗമാണോ? ആ പിക്കൂലിയർ പീപ്പിൾ നിങ്ങൾ ആയിരിക്കുന്നുവോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമല്ലേ? അന്ത്യകാലമല്ലേ? അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ബൈബിളിന്റെ വെളിച്ചത്തിൽ പറയുന്നു, കത്തോലിക്ക മുതൽ തൃത്വ പെന്തക്കോസ്ത് വരെ ഉള്ളവർ, അവിടുത്തെ പ്രമാണിമാരും അവിടുത്തെ പാസ്റ്റർമാരും ലീഡർമാരും
അവിടുത്തെ വിശ്വാസികളും ഇപ്പോഴും ലോകപരമായിട്ടുള്ള അന്ധകാരത്തിൽ, പൈശാചിക ബന്ധനത്തിൽ, പൈശാചിക നുഖത്തിന്റെ കീഴിൽ ഇപ്പോഴും അടിമത്തത്തിലായിരിക്കുന്നു. അത്ഭുത പ്രകാശമായിരിക്കുന്ന യേശുക്രിസ്തുവിനോട് ചേർന്നിട്ടില്ല. യേശുക്രിസ്തുവിനോട് ചേരുവാൻ എന്താണ് ചെയ്യേണ്ടത്? അവനോട് കൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന യേശുക്രിസ്തുവിനകത്ത് സ്നാനപ്പെടണം. ആ സ്നാനത്തിൽ പാപങ്ങളെ കഴുകിക്കളയണം. ആ സ്നാനത്തിൽ പാപങ്ങളെ മോചിച്ചവരായി തീരണം. ആ പാപത്തിൽ അവനോടുകൂടെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തുന്നതായിരിക്കണം. അവനെ ധരിക്കണം. ഇതെല്ലാം ചെയ്തെങ്കിൽ മാത്രമേ പത്രോസ് 1-ാം നൂറ്റാണ്ടിൽ പറഞ്ഞ അതേ പത്രോസ് ലേഖനത്തിൽ പറയുന്നത് എന്താണ്? ബട്ട് യു ആർ എ ചോസൺ ജനറേഷൻ. ആരോട് പറയാണ്? സഭയിലുള്ളവരോട്. യേശുക്രിസ്തുവിനെ മാനിച്ചുകൊണ്ട് അവനെ രക്ഷിതാവായി സ്വീകരിച്ചു മാനസാന്തരപ്പെട്ട് ദൈവസഭയിലേക്ക് വന്നവരോടാണ് പറയുന്നത്. അവരാണ് പിക്കുലിയർ ജനറേഷൻ, ചോസൺ ജനറേഷൻ, റോയൽ പ്രീസ്റ്റ്ഹുഡ്, ഹോളി നേഷൻ, പിക്കുലിയർ പീപ്പിൾ. എന്തുകൊണ്ടെന്നാൽ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് അവരെ വിളിച്ചു ചേർത്തു. അവർക്കുള്ള മെസ്സേജാണ് ഇത്. അതുകൊണ്ട് നിങ്ങൾ ഈ മെസ്സേജ് ശ്രവിക്കുമ്പോൾ 1-ാം നൂറ്റാണ്ടിൽ 3000 പേര്, കൊർന്നൂല്യോസിന്റെ ഭവനക്കാര്, ശമരിയാക്കാര്, പിന്നെ അതുപോലെ തന്നെ യോഹന്നാന്റെ മാനസാന്തര സ്നാനം ഏറ്റ അവർ തിരിച്ച് പൗലോസിന്റെ പ്രസംഗത്തിൽ സ്ഥാനപ്പെട്ട ആ ഗ്രൂപ്പിൽ, ആ വിളിക്കപ്പെട്ടവരുടെ ഗ്രൂപ്പിലാണോ നിങ്ങൾ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. വചനത്തിന്റെ വ്യവസ്ഥയിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. നിങ്ങളെ നടത്തുന്നതായ കള്ളപ്പാഷന്മാരും കള്ളയിടയന്മാരും ആട്ടിൻ തോൽ ധരിച്ച ചെന്നായ്ക്കളാകുന്നു. അവർ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ. അവർ നിങ്ങളോട് സത്യം പറയാതെ നിങ്ങളെ നരകത്തിലേക്ക് പായിക്കുന്ന കള്ളയിടയന്മാരും കള്ളപ്പാഷന്മാരും കള്ള ഉപദേശന്മാരും കള്ളപ്രവാചകന്മാരുമാണെന്ന് മനസ്സിലാക്കി അവരെ വിട്ടുപോരുവിൻ, അവിടെ ഇടയിൽ നിന്ന് വിട്ടുപോരുവിൻ എന്ന് ബൈബിൾ പറയുമ്പോൾ അപ്പോസ്തോലിക ഉപദേശത്തിൽ അപ്പോസ്തലന്മാർ പ്രസ്താവിച്ച സത്യത്തിലേക്ക് മടങ്ങി വരുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇവിടെ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം അനുവദിച്ചാൽ ഈ കണ്ടിന്യൂഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരെന്നുള്ള ആ ഹെഡിങ്ങിൽ അടുത്ത സൺഡേയിലും യേശുക്രിസ്തുവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ നിങ്ങൾ കേൾക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്.